Hey, hello guys, welcome back to my channel വേൾഡ് ഓഫ് SRP. വാരണാസി സീരീസിൻ്റെ എപ്പിസോഡ് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഞാൻ വാരണാസി എത്തിയതിനു ശേഷം ഉണ്ടായ കാര്യങ്ങളാണ്. എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ഡേ ഇൻ വാരണാസി. സോ ഞാൻ അവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് വാരണാസി എത്തിയതിനു ശേഷം രാവിലെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, സ്റ്റേഷനിൽ നിന്ന് തന്നെ ഇറങ്ങി ഒരു ഊബർ എടുത്ത് നേരെ എൻ്റെ ഹോസ്റ്റലിലേക്ക് പോയി. ഫസ്റ്റ് ഞാൻ എത്തിയത് വാരണാസി നമ്മുടെ ദശമേധ ഘട്ടിലാണ്, ആ ഭാഗത്താണ് എത്തിയത്. പിന്നെ ഞാൻ അവിടെ നിന്നൊരു റിക്ഷ എടുത്തു. കാരണം റിക്ഷ എടുത്ത് മെയിൻ വേറെ കേസൊന്നും കൊണ്ടല്ല, അങ്ങനെ റിക്ഷ കയറാത്തതുകൊണ്ട് അത് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ഒരു റിക്ഷ അവിടെ നിന്ന് എടുത്തു. പുള്ളിക്കാരൻ 60 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ചാർജ് ചെയ്ത് നേരത്തെ ഞാൻ എൻ്റെ ഹോസ്റ്റലിലോട്ട് പോയി. ഹിഡൻ മങ്കി ഹോസ്റ്റൽ വാരണാസി, ഇവിടെയായിരുന്നു എൻ്റെ 3 ദിവസത്തെ സ്റ്റേ ഉണ്ടായിരുന്നത്. ചെറിയൊരു പക്ഷെ നല്ല അഫോർഡബിൾ റേറ്റിലും വൃത്തിയും മെനയുള്ളൊരു നല്ലൊരു ഹോസ്റ്റൽ. ഗംഗയുടെ തീരത്ത് തന്നെയാണത്. സോ നമുക്കവിടെ മേളിൽ പോർഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഗംഗയുടെ ആ ഒരു ഇത് കാണാൻ കഴിയും. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നല്ല ഹോസ്റ്റിംഗ് ആയിരുന്നു. പുള്ളിക്കാരനും അവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് കുറേ ഹെൽപ്പൊക്കെ ചെയ്തു. സോളോ ട്രിപ്പ് പോകുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ഓപ്ഷനാണ് ഞാൻ ഈ പറഞ്ഞ ഹോസ്റ്റൽ. എപ്പോഴെങ്കിലും നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ അത് ട്രൈ ചെയ്യാൻ നോക്കാം. സോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഹോസ്റ്റലിൽ ചെക്ക് ഇൻ ചെയ്ത് നേരെ ബാഗ് കൊടുത്തിറങ്ങി. മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് നേരെ ഘട്ടുകളിലേക്ക് പോകുക എന്നുള്ളതാണ്. ഫസ്റ്റ് ഡേ ഘട്ടുകളെല്ലാം കാണുക എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ കാര്യം. അങ്ങനെ ഞാൻ അവിടെ ഘട്ടുകളിൽ പോയി. ആദ്യം ശിവലിംഗം കെട്ടുന്നൊരു ഘട്ടിലാണ് പോയത്. അവിടെ ചെന്ന് അവിടെ അമ്പലത്തിൻ്റെ അടുത്ത് തന്നെ ഒരു മൃതദേഹങ്ങൾ കത്തിക്കുന്ന സ്ഥലം കണ്ടു. ഞാൻ കരുതിയത് മണികർണിക ഘട്ടിൽ മാത്രമാണ് മൃതദേഹങ്ങൾ കത്തിക്കുക എന്നുള്ളതാണ്. പക്ഷേ അവിടെ അത്രയും ഇല്ലെങ്കിൽ കൂടി ഒരു 2-3 മൃതദേഹങ്ങൾ ഒരേ സമയം കത്തിക്കുന്നത് കണ്ടായിരുന്നു. അതുപോലെ തന്നെ അവിടെ ബലിതർപ്പണവും കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. ബാൻഡടിയും ആൾക്കാരുടെ മേളവും നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ കാണാറില്ലേ, അതുപോലത്തെ സംഭവങ്ങൾ ഞാൻ അവിടെയും കണ്ടു. പിന്നെ കുറേ നേരം അവിടെ അമ്പലത്തിലൊക്കെ കയറി തൊഴുതു. പിന്നെ അവിടെ നിന്ന് ഈ മൃതദേഹങ്ങൾ കത്തിക്കുന്നതൊക്കെ കുറച്ച് നേരം കണ്ടു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ടൊരു മരപ്പ് തോന്നി തുടങ്ങിയപ്പോൾ ഞാൻ പതുക്കെ അവിടെ നിന്ന് മാറി നേരെ കുറച്ചപ്പുറത്തുള്ള കെട്ടിനോടെ പോയി കുറച്ച് അവിടെ ഇരുന്നു. ഗംഗയുടെ ഭംഗിയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. ആൾക്കാർ ബോട്ടിലും വള്ളത്തിലൊക്കെ പോകുന്നത് കണ്ട് അവർ പോകുന്ന സമയത്ത് ഈ പൊരിയൊക്കെ എറിഞ്ഞു തുടങ്ങുന്നിടത്ത് ഈ പക്ഷികളെല്ലാം ഇതുപോലെ വന്നിങ്ങനെ പട്ടം കൊടുക്കുന്ന നല്ല രസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതെല്ലാം കുറച്ച് അവിടെ ഇരുന്ന് കണ്ടു. പിന്നെ ഞാൻ പതുക്കെ ഘട്ടുകളിലൂടെ തന്നെ ഒരു സൈഡിൽ ഗംഗയുടെ ഭംഗിയും ഒരു സൈഡിൽ ഘട്ടുകളും കണ്ടിങ്ങനെ പതുക്കെ നടന്നു. അത് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള സമയമാണ്. അതിനകത്ത് നമുക്ക് ഇടയ്ക്ക് ഒരു ഇതെന്ന് പറയുന്നത് അവിടുത്തെ അമ്പലങ്ങളിലുള്ള ഓരോ ഘട്ടുകളിൽ ചിലപ്പം ചെറിയ ചെറിയ അമ്പലങ്ങൾ കാണാം. അവിടെ നിന്നുള്ള പാട്ടും അവിടുത്തെ ഒരു വൈബും ആൾക്കാരുടെ ഒരു ഇതും കണ്ട് നമ്മളവിടുത്തെ ചെറിയ എന്താ പറയുക, ചെറിയ കച്ചവടക്കാരൊക്കെ അവിടെ കാണും. കുറേ പേര് നമ്മൾ അപ്രോച്ച് ചെയ്യും. നമ്മളത് മൈൻഡ് ചെയ്യാതെ നമ്മൾ നേരെ നമ്മളെ കാര്യം നോക്കി അങ്ങ് നടക്കുക. കാരണം സോളോ ട്രിപ്പ് വരുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ നമുക്ക് ട്രൈ ചെയ്യാൻ കാണും. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യാൻ പോകണ്ട. നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നോക്കാം. അല്ലാത്ത പക്ഷം നമ്മളാരും നോക്കി അങ്ങ് നടന്നാൽ മതി. അങ്ങനെ ഘട്ടിലൂടെ നടന്ന് ഞാൻ അസീഘട്ടിലെത്തി. അവിടെ നിന്നാണ് ഞാൻ ഫുഡ് കഴിച്ചത്. രാവിലെ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഒരു അസീഘട്ടിൽ പോയി. അവിടെ നിന്ന് നേരെ ദശമേധ ഘട്ടിലാണ് ഞാൻ പോയത്. ഗംഗാരതി കാണുക എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം വാരണാസിയിലെത്തിയതിനു ശേഷം. കാരണം അങ്ങനെ ദശമേധ ഘട്ടിൽ ഗംഗാരതിയാണ് ഏറ്റവും നല്ല ഭംഗിയുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയ ഗംഗാരതിയാണ് കേട്ടിട്ടുള്ളത്. സോ ഞാൻ നേരെ ഗംഗാരതി കാണാൻ വേണ്ടി ദശമേധ ഘട്ടിൽ പോയി. അവിടെ നമുക്ക് നല്ല ജനാവലിയായിരുന്നു, നല്ല തിരക്കായിരുന്നു. അപ്പോൾ ബാക്കിലോട്ട് ഇരുന്ന് നമുക്കൊന്നും കാണാനില്ല. അങ്ങനെ ഞാൻ അവിടെ ചോദിച്ചു തന്ന ആൾക്കാരത്തൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അവിടെ ബോട്ടിലിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് ഇരുന്ന് തന്നെ സുഖമായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ഞാൻ ബോട്ടിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു അവർക്ക് 100-150 രൂപ കൊടുത്താൽ കഴിഞ്ഞു. അങ്ങനെ 100-150 രൂപ കൊടുത്ത് നമുക്ക് ഫ്രണ്ടിൽ തന്നെ ഞാൻ സ്ഥലം കൈപ്പറ്റി ഞാൻ അവിടെ ഇറങ്ങിയിരുന്നു. പിന്നെ അവിടെ ഇരുന്നിട്ട് ഇത് കാണുക എന്നുള്ളതായിരുന്നു എൻ്റെ മെയിൻ ഉദ്ദേശം. നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും നമ്മളൊരിക്കൽ കാണേണ്ട ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് ഗംഗാരതി എന്ന് പറയുന്നത്. അതിൻ്റെ ഐതിഹ്യവും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ അത്രത്തോളം ഒരു സ്പിരിച്വൽ, ഒരു ഡിവോഷണൽ ടച്ച് കിട്ടുന്നൊരു പരിപാടി ഞാൻ മുമ്പ് അറ്റൻഡ് ചെയ്തിട്ടില്ല. അത്രത്തോളം ജനാവലിയും
ശംഖനാദവും അവിടുത്തെ നമ്മുടെ പാട്ടും ഭജനയും ആൾക്കാരുടെ നാമജപവും ഇതിലുപരി നമുക്ക് ഏറ്റവും കൂടുതൽ നമുക്കൊരു ഫീൽ ആയിരുന്നെന്ന് പറഞ്ഞാൽ ചന്ദനത്തിരിയുടെയും അവിടുത്തെ കുങ്കുമത്തിൻ്റെയും പിന്നെന്താ പറയുക അവിടെ കുന്തിരിക്കത്തിൻ്റെയും കർപ്പൂരത്തിൻ്റെയൊക്കെ മണം അതൊരു വല്ലാത്തൊരു ഫീൽ നമുക്ക് തരും. ശേഷം ഒരു 6:30 ആയപ്പോൾ അവിടെ ഒരു ഭജന തുടങ്ങി. പിന്നെ വൻ ജനാവലി അവിടെ ഫുൾ സൈലൻ്റായി. ഓൺലി നാമജപവും ഭജനയും മാത്രം. അങ്ങനെ അവിടെ മുമ്പിൽ അവിടെ ഇത് പരിപാടി തുടങ്ങി. ആദ്യമൊക്കെ നമുക്ക് എൻ്റെ ഇടയ്ക്ക് ഷൂട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് ആ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ നമുക്ക് വേറൊന്നും ചെയ്യാൻ തോന്നില്ല. നമുക്ക് അത്രത്തോളം നമ്മുടെ ഒരു എല്ലാ വേറെ ഫീലിങ്സുകളെല്ലാം മാറ്റി വെച്ച് നമ്മൾ അവിടെ മാത്രം ആയിപ്പോൾ അത്രയ്ക്കൊരു സ്പിരിച്വൽ അല്ലെങ്കിൽ ഒരു ഡിവോഷണൽ ടച്ച് കിട്ടുന്നൊരു എക്സ്പീരിയൻസ് ആണ് ഗംഗാരതി എന്ന് പറയുന്നത്. ഒരുപാട് ജനങ്ങൾ അവരുടെ ഫുൾ എന്താ പറയുക ആ ഒരു ടൈം ഫുൾ അവരവിടെ സ്പെൻഡ് ചെയ്യാന്ന് പറയുന്നത് വല്ലാത്തൊരു ആ ഒരു 2 മണിക്കൂർ നമ്മൾ വേറെ ഒന്നും ചെയ്യും. മനുഷ്യൻ്റെ ഈഗോ, ആങ്കർ, ഇമോഷൻസ്, സാഡ്നസ് എല്ലാം മാറ്റി നിർത്തി നമ്മൾ ആ ഒരു ഇതിലോട്ട് ലയിച്ചങ്ങ് ഇരിക്കുക. നമുക്കൊരു വല്ലാത്ത ഫീൽ കിട്ടും. എപ്പോഴെങ്കിലും നിങ്ങൾ വാരണാസി വരുന്നവരാണെങ്കിൽ, എപ്പോഴെങ്കിലും നിങ്ങൾ വാരണാസിയിൽ പോകണമെന്നുള്ളവരാണെങ്കിൽ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും വലിയൊരു കാര്യമാണ് ഗംഗാരതി എന്ന് പറയുന്നത്. അതും ദശമേധ ഘട്ടിലെ ഗംഗാരതി മസ്റ്റാണ്. വൈകുന്നേരം 6:30 അവർ തുടങ്ങുന്നത്. 8-8:30 മണിയാകുമ്പോൾ ഇത് തീരും. ആ ഒരു സംഭവങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. കാരണം അത്രയും ജനാവലിക്കിടയ്ക്ക് ഗംഗയുടെ തീരത്തിരുന്നുകൊണ്ട് നമ്മൾ ആ ഒരു സംഭവം കാണാമെന്ന് പറഞ്ഞാൽ വളരെ നമുക്കൊരു മനസ്സിനും നമ്മുടെ ശരീരത്തിനും നമുക്കെല്ലാം നല്ലൊരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. അപ്പോൾ അതാണ് ഗായ്സ് എൻ്റെ ഫസ്റ്റ് ഡേ ഇൻ വാരണാസി. ഗംഗാരതി കണ്ട സന്തോഷത്തിൽ പുറത്തിറങ്ങി ഞാൻ പോകുന്ന വഴിക്ക് നല്ലൊരു വീട്ടിൽ ഹോട്ടലിലേക്ക് കയറി നല്ലൊരു ദോശയും കഴിച്ച് നേരെ ഹോസ്റ്റലിലേക്ക് പോയി. അടുത്ത എപ്പിസോഡിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഡേ 2 ഇൻ വാരണാസിയാണ്. ഞാൻ കണ്ട കാഴ്ചകൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും സന്തോഷം മാത്രം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. Thank you so much. Bye all, love you.